Benvenuti a tutti in questo rito del battesimo, rito dell'iniziazione cristiana di Matteo, mio nipote. Come avete visto e come ha detto anche San Padre Agostino, noi celebriamo questa Eucaristia nel rito se non me la paresse. E allora vorrei semplicemente dare benvenuto a tutti a questo rito. Preghiamo insieme per Matteo e la sua famiglia, perché lui può cominciare un cammino insieme con Gesù per tutta la sua vita. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരെ മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ജലധാര പരമാവനം ജനിക്കുന്നില്ലെങ്കിലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് അരുളി ചെയ്ത കർത്താവേ, നിന്റെ കരുണയേറിയ വാഗ്ദാനം നീ ദാസനിൽ പൂർത്തിയാക്കണമേ. നിന്റെ ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും എന്നതിനേക്കാൾ ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. നിന്റെ കൃപയാൽ മാമോദിസ ജലത്തിലൂടെ പാപകറകൾ കഴുകി ഈ ശിശു പുതുജന്മം പ്രാപിക്കട്ടെ. നിന്റെ ഭൗതിക ശരീരത്തിലെ അവയവമായി തീരുവാൻ ഈ ദാസനെ ഉദാശകളുടെ സ്വീകരണം വഴി ആത്മീയവും ശാരീരികമായി വളരുവാൻ ഇടയാകട്ടെ. ഈ ദാസനെ പ്രതി, ഈ ദൈവത്തെ പ്രതി, ഈ ദാസനോട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കഥോട്ടത്തെ മറുപടി പറയുക. പിശാചിന്റെ അടിമത്തിൽ നിന്ന് മോചിതനാകുവാൻ നീ ആഗ്രഹിക്കുന്നു? ഞാൻ ആഗ്രഹിക്കുന്നു. ആഗ്രഹിക്കുന്നു. പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ? ഉപേക്ഷിക്കുന്നു. ഈശോ മിശിഹായെ നിന്റെ രക്ഷകനായി സ്വീകരിക്കുന്നുവോ? സ്വീകരിക്കുന്നു. നിന്തിരുസന്നിധി ആത്മാവെന്നും കേടുന്നു, ജീവിപ്പവനാം ദൈവത്തിൻ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ.
സഹോദരനെ വിശുദ്ധ പൗലോസിന്റെ റോമയിലെ സഭയ്ക്കെതിരെ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ. അങ്ങനെ അവന്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോട് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിന്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവൻ നയിക്കേണ്ടതിനാണ് അവനോട് സംസ്കരിക്കപ്പെട്ടത്. അവന്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തിൽ അവനോട് ഐക്യപ്പെട്ടവനായിരിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്കവണ്ണം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. എന്തെന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടി മരിച്ചുവെങ്കിൽ അവനോടുകൂടി ജീവിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം. മരണത്തിന് അവൻ്റെ മേൽ ഇനി അധികാരമില്ല. അവൻ മരിച്ചു. പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു. അവൻ ജീവിക്കുന്നു. ദൈവത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശു ക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുകയും. Oggi siamo qui tutti radunati da Dio intorno a questo altare, specialmente un giorno molto importante, un giorno che noi onoriamo Maria, la nostra mamma, professando, affermando la verità della sua immacolata concezione, la verità che dice Maria sin dal primo momento della sua esistenza è stata preservata da Dio da ogni macchia del peccato originale. E questo giorno speciale noi siamo qui anche per testimoniare l'iniziazione cristiana del nostro Matteo. Perché ho detto iniziazione cristiana, non battesimo? Perché nel nostro rito, se non la valesse, noi non solo diamo il battesimo, noi facciamo Battesimo, noi facciamo anche la prima comunione, quindi tutti e tre sacramenti che costituisce l'iniziazione cristiana, che è l'unico momento dell'azione di grazia di Dio. Era una tradizione anche di tutta la Chiesa cattolica, quasi fino al 1500. E la Chiesa dava 3 sacramenti insieme, anche ai bambini. E poi, col tempo, dopo il 1500, è stato un po' di cambiamento nel rito latino, però nel rito orientale noi abbiamo sempre mantenuto questa tradizione. E come quando nasce l'uomo, comincia a respirare e poi si viene nutrito per vivere. E così un neonato che nasce in una comunità comincia a respirare con lo Spirito Santo e poi viene nutrito dal corpo e sangue del Signore per vivere una vita in Cristo. Questo il pensiero nostro, non solo nostro, ma anche tutta la Chiesa. Ancora oggi, se noi prendiamo il catechismo della Chiesa cattolica, l'ordine che sempre dice nella iniziazione cristiana proprio in questo modo: battesimo, Battesima e la comunione, perché nel battesimo uno si entra, fa parte, nasce nella comunità e poi con lo Spirito Santo comincia a respirare, comincia a capire. E nella comunione uno si entra nella piena comunione con il Signore e con il suo corpo.
Oggi noi celebriamo anche l'Immacolata Concezione di Maria. Vedete, anche in Maria noi vediamo queste stesse dinamiche, no? Perché Maria, nel suo primo momento della sua esistenza, è stato preservato dal peccato, tutte le macchie del peccato originale, quindi vedete un simbolo del battesimo. Vedete il battesimo cosa succede? Ognuno viene liberato dal peccato originale. E poi nel momento dell'annunciazione, Maria, cosa dice l'angelo a Maria? Maria, non ti preoccupare, lo Spirito Santo verrà su di te, tu concepirai un figlio. Quindi con lo Spirito Santo, con la grazia dello Spirito Santo, Maria ha riuscito a portare nel suo tempo il suo figlio, Gesù Cristo. Quindi vedete la solennità, questa solennità ci dà una prova cosa Dio avrebbe fatto con tutti noi, cosa Dio vuole e desidera con tutti noi, la nostra salvezza. E grazie non per merito nostro, ma per merito della sua morte, della sua risurrezione, della sua passione. Perché Gesù è venuto per questo. Quando noi parliamo cosa Gesù ha fatto sulla croce, non è solo perdonato i nostri peccati. Noi parecchie volte non li imitiamo, ma in realtà Gesù ha restaurato la nostra identità, ci ha rimesso nel paradiso. E vedete, quando un cristiano dice noi viviamo questa vita per ricevere il paradiso, io direi no, perché noi abbiamo già ricevuto il paradiso, noi siamo in comunione con Dio nel battesimo. Quindi cos'è la nostra vita? Una vita di ringraziamento. Noi non facciamo, questa è la differenza della nostra vita cristiana, che noi non viviamo questa vita per ricevere qualcosa o neanche per il paradiso, no. Noi riceviamo in piena consapevolezza che siamo figli di Dio. Ma Paolo dice non siamo cittadini di Dio, siamo già cittadini di Dio, siamo figli di Dio. E tutto il resto, tutto quello che noi facciamo, buone opere, la preghiera, si parla da questa consapevolezza che siamo amati, siamo salvati. Ecco, per noi cristiani non è una fatica vivere. Una volta capito che questo, vedete, questo deve essere un dono, no? Perché cosa l'uomo può fare per meritare questa grazia? Non si può fare niente, assolutamente nulla, per meritare il paradiso. Niente, assolutamente nulla. E lì noi vediamo, vedete, quanto Dio ci ama. San Paolo dice no, noi abbiamo riconosciuto l'amore di Dio perché Lui è morto per noi quando eravamo ancora peccatori, quindi non per merito nostro perché noi abbiamo chiesto a Lui, perché noi abbiamo fatto qualcosa per i nostri peccati, no, non possiamo fare nulla. Eppure Dio ci ama. Vedete l'amore? Con questo ogni battesimo succede questo. Uno diventa figlio, così Matteo diventa figlio di Dio. Noi affidiamo Matteo nella protezione di Maria, perché Maria Immacolata che l'accompagna tutta la sua vita, perché lui può riconoscere il valore delle grazie che lui ha ricevuto oggi. Con lo Spirito Santo, ovviamente, può riconoscere cosa lui ha ricevuto, quale dono, cioè come lui si è amato. E affidiamo anche noi, ognuno di noi, perché noi possiamo aiutarlo a capire con la nostra vita, con il nostro atteggiamento, con il nostro accompagnamento. Noi lo aiutiamo a riconoscere che oggi lui ha ricevuto un grande dono. Perché a volte noi sbagliamo, o noi
preghiamo di far capire ai nostri figli cosa noi abbiamo ricevuto, perché parecchie volte noi non siamo convinti che abbiamo ricevuto, stiamo ancora lavorando per ricevere qualcosa. Ecco perché la vita è fatica. Se si parte dalla consapevolezza che siamo amati, possiamo fare tranquillamente questa vita. Allora preghiamo per tutti voi, soprattutto per Matteo, suo padrino e madrina, e poi i suoi genitori, tutti noi, che lui da oggi facciamo parte della nostra comunità cristiana. Quindi è una responsabilità nostra a portare, accompagnare. Vi preghiamo per tutti noi, affidiamo la nostra intenzione a Maria Immacolata perché ci aiuti, ci accompagni nella nostra vita per riconoscere Gesù nella parola dell'Eucaristia. Sia lodato Gesù Cristo. Sempre sia lodato. സുവിശേഷം അറിയിച്ചപ്പെടുത്തി മാമോദിസ നൽകുവാൻ കർത്താവേ, നിന്റെ കൽപ്പന അനുവർത്തിക്കുന്നതിനായി ഭൂമിയിൽ സ്വർഗ്ഗരാജ്യം സ്ഥാപിക്കുവാൻ നീ നിയോഗിച്ച സഭ ഞങ്ങളിലൂടെ പൂർത്തിയാകട്ടെ. മനുഷ്യരെല്ലാവരും രക്ഷാകരനും വേഗം സംസാരമാകട്ടെ. ഞങ്ങളുടെ കർമ്മം ചെയ്ത് രക്ഷിത ഉദാശ പരിശുദ്ധാത്മാവിനെ ശരീരത്താൽ ജീവനിലേക്കുള്ള പ്രമാണമായി ഭവിക്കട്ടെ. സകലത്തിന്റെയും നാഥായ ദൈവമേ. കർത്താവേ, ആശീർവദിക്കണമേ. സഹോദരനെ നിങ്ങൾ കൈവെപ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷേകത്തിൽ കഠിനമായ പീഡനങ്ങൾ വെച്ച് അങ്ങയുടെ കഠിനമായ പരിശുദ്ധാത്മാവിശ്വാസം അങ്ങയുടെ ദൈവസ്വഭാവത്തിലമായി വന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ ഹൃദയങ്ങളുടെ എപ്പോഴും നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ സുരക്ഷയും പരിശുദ്ധമായ സഭാശരീരത്തെ നിസ്സാരമായ അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴിവശിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യമല്ലോ ഞങ്ങളുടെ മേലും തിരഞ്ഞെടുത്ത ജനത്തിന്റെ മേലും ഉണ്ടാകുവാനാകട്ടെ. ഞങ്ങളുടെ കരുണാനിധിയായ ദൈവമേ, നിങ്ങളെല്ലാവരും നിയമങ്ങളുമായി ബന്ധപ്പെടുന്ന നീതിയുടെ പ്രവൃത്തികളാണ് ജീവിതകാലം വെളിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ദൈവാരാധന സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നഷ്ടപ്പെട്ടു പോയവരെ അന്വേഷിച്ച് കണ്ടെത്തുകയും ചിതറിപ്പോയവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന കർത്താവേ, നിന്റെ സഭയിൽ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാൻ വിനീതനായ ദാസനെ തിരഞ്ഞെടുത്തുവല്ലോ. സകല നീതിയും പൂർത്തിയാക്കുവാൻ വേണ്ടി യോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് മാമോദിസ സ്വീകരിക്കുകയും മാമോദിസ നൽകുവാൻ സ്ത്രീയന്മാരെ നിയോഗിക്കുകയും ചെയ്ത കർത്താവേ, ഈ കുദാശയഥാവിധി പരികർമ്മം ചെയ്യുവാൻ എന്നെ അനുഗ്രഹിക്കണം, യോഗ്യനാക്കണമേ. സകലതിന്റെയും നാഥായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിൽ പൗത്രീകരിക്കപ്പെട്ട ഈ തൈലം കൊണ്ട് അഭിഷിക്തരാകുന്ന അങ്ങയുടെ ദാസരെ മിശിഹായുടെ രാജകീയ പൗരോഹിത്യത്തിൽ പങ്കുകാരാക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളാക്കുവാനും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവായ ദൈവമേ, ജോർദാനിൽ വെച്ച് മാമോദിസ സ്വീകരിച്ചപ്പോൾ ഈശോയുടെ മേൽ ഇറങ്ങി വസിച്ചവനും മനുഷ്യപ്രകൃതിയെ നവീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവ് ഈ ജനത്തിന്മേൽ ഇറങ്ങി വസിക്കട്ടെ. അവിടുന്ന് ആവസിക്കുന്ന ജലത്തിൽ സ്നാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുവാൻ ആകട്ടെ.
ശരീരത്തിലും ആത്മാവിലും ബോധീകരിക്കപ്പെട്ട് അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ഹൃദയം സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസായിലൂടെ പാപമോചനം നൽകി ആത്മീയ ജന്മം നൽകുന്ന ഒരു പുതിയ ഉദരമായി തീരുവാൻ ഈ ജലം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധ തൈലത്തോട് കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. അവൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മത്തിയോ മാമോദീസ മുഖപ്പെടുന്നു. ആമേൻ. ആമേൻ. നമ്മുടെ കർത്താവ് യേശുമിശിഹായ വിശുദ്ധിയുടെ വസ്ത്രത്താൽ നിന്നെ അനുകരിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹ നിനക്ക് ദീപമായിരിക്കട്ടെ. ആമേൻ. പിടിച്ചോളൂ. മാമോദീസായിലൂടെ ദൈവഭക്തനായ പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾക്കായി കാത്തിരിക്കുന്ന ഈ ദാസനു വേണ്ടി കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥന തീർന്നതായിരുന്ന ശിഷ്യരിൽ പോലെ ഈ ദാസന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ചൈതന്യത്താൽ അങ്ങയുടെ ചൈതന്യത്താൽ നിറഞ്ഞ് വിശുദ്ധ ജീവിതം നയിക്കുവാനും എല്ലാ സാഹചര്യങ്ങളിലും വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഇവരെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിൽ ഇവനെ വളർത്തുന്ന മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും അങ്ങയുടെ അനുഭവിയാൽ പൂരിതമാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും ഓരോരുത്തരെയും പിതാവിനും പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ ഇവനെ നിറയ്ക്കണമേ. ക്രിസ്തീയ ജീവിത പൂർണ്ണതയിലേക്ക് ഇവൻ വളരുമാറാകട്ടെ. ഐശ്വര്യകാലത്ത് അങ്ങയെ വിസ്മരിക്കാതിരിക്കുവാനും ക്ലേശങ്ങളിൽ അങ്ങയെ ആശ്രയിക്കും വയ്ക്കുവാനും ഇവൻ ശക്തനാക്കട്ടെ. ലോകത്തിൽ അങ്ങയുടെ സജീവ സാക്ഷിയായി ജീവിച്ച് മരണശേഷം നിത്യസൗഭാഗ്യം അനുഭവിക്കുവാൻ ഇവനെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പരിശുദ്ധാത്മാവിനാൽ പൂരിതനായി വിശ്വാസം സ്ഥിരീകരിക്കപ്പെട്ട് മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? ആഗ്രഹിക്കുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാ
പരിശുദ്ധാത്മാവിനെ അയച്ച് അവനെ ശക്തിപ്പെടുത്തിയ അങ്ങയുടെ അനന്തകാരണത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സ്ത്രീയന്മാരുടെയും അവരുടെ പിൻഗാമികളുടെയും കൈവപ്പ് വഴി പരിശുദ്ധാത്മാവിന്റെ ദാനം എന്ന സഭയിൽ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങ് ഈ ദിവ്യദാനം അങ്ങയുടെ ദാസന് നൽകിയതിനെ ഇടവനായ എന്നെയും യോഗ്യനാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മാമോദീസായുടെ പുതുജന്മവും വിശുകായുടെ ഭൗതിക ശരീരത്തിന് അംഗത്വവും നിത്യജീവനുള്ള അവകാശവും ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഈ ദാസനെ മുദ്രനാക്കണമേ. അബ്ബാ പിതാവേ എന്ന് അങ്ങേ വിളിക്കുവാൻ പുത്രസ്വീകരണത്തിലെ ആത്മാവിനെ ഈ ദാസന് നൽകണമേ. കൈവപ്പ് ശുശ്രൂഷ വഴി ദിവ്യാത്മാവിനെ നിറഞ്ഞ് സുവിശേഷാർത്ഥത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപടയാളി സഭയുടെ വിശ്വസ്തദാസനുമായി ജീവിക്കുവാൻ ഇവരെ ശക്തനാക്കണമേ. അങ്ങയുടെ ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദൈവവും നന്മയും വിശ്വസ്തയും സൗമ്യതയും ആത്മസംയമനവും മുന്നിൽ നിറയട്ടെ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഈ ദാസന് ഇടയാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസ സ്വീകരിച്ച മാത്യു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പൂർണ്ണനാക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. കർത്താവായ ദൈവമേ, ദാസ സ്വീകരിച്ച ദൈവദായകമായ അടയാളവും പരിശുദ്ധാത്മാവിന്റെ കൃപാപൂർവ്വതയും ഇവൻ ആരംഭിച്ചിരിക്കുന്ന നവജീവിതവും ധരിച്ചിരിക്കുന്ന നീതിയുടെ കവചവും ശത്രുവിന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് ഈ ദാസനെ സംരക്ഷിക്കട്ടെ. വിശുകാരുടെ ദിവ്യ പരിമളം ജീവിതത്തിലുടനീളം പ്രസരിക്കുവാൻ ഇവനെ ഇടയാക്കുകയും ചെയ്യട്ടെ. ആത്മീയ ആനന്ദത്തിന്റെയും നിത്യസൗഭാഗ്യത്തിന്റെ അടയാളമായി മാത്യു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജീവന്റെ കിരീടം അണിയിക്കപ്പെട്ടിരിക്കുന്നു. മാമോദീസ വഴി ദൈവപുത്രനായി തീർന്ന യേശുവിനെ കൂടി നമുക്ക് ദൈവത്തെ ഒന്നും ചേർന്ന് വിളിച്ചപേക്ഷിക്കാം. Padre nostro che sei nei cieli, sia santificato il tuo nome, venga il tuo regno, sia fatta la tua volontà, come in cielo così in terra. Dacci oggi il nostro pane quotidiano e rimetti a noi i nostri debiti, come anche noi rimettiamo ai nostri debitori, e non abbandonarci alla tentazione, ma liberaci dal male. Ora il rito del battesimo è già finito.